എടി കൃഷ്ണേ, ഡേ എന്താണ് നീ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ കണ്ണി കണ്ട ചെക്കന്മാർക്ക് മെസ്സേജ് അയച്ചാ? ചേച്ചിക്ക് എന്താ വട്ടാണോ? നിനക്കെന്താ ചെക്കന്മാരെ കാണുമ്പോ എത്ര ഇളക്കം? ചേച്ചി ചുമ്മാ ഇളക്കമൊന്നും പറയല്ലോ. പിന്നെ ഉള്ളതല്ലേ പറഞ്ഞേ? എനിക്ക് മെസ്സേജ് അയക്കണമെങ്കിൽ ഞാൻ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ കയറി മെസ്സേജ് അയക്കും. ഞാൻ എന്നെ ചേച്ചിയുടെ ഇൻസ്റ്റാഗ്രാം എടുക്കുന്നു. പിന്നെ നിന്റെ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് അയച്ചു കഴിഞ്ഞാൽ നിനക്ക് റിപ്ലൈ കിട്ടില്ല. അതുകൊണ്ടല്ലേ സെലിബ്രിറ്റി ആയതുകൊണ്ട് എന്റെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാന്നോ? സെലിബ്രിറ്റിയാ? പിന്നെ പറച്ചിൽ കേട്ടാ തോന്നുന്നു ഭയങ്കര നയൻതാരയാണെന്ന്. കളിയാക്കണ്ടല്ലോ. എന്റെ അടുത്ത് മെസ്സേജ് അയച്ചതും പോരാ കണ്ണി കണ്ട ചെക്കന്മാർക്ക് ഇപ്പൊ എന്നെ കളിയാക്കണോ? ഞാൻ പറഞ്ഞു ഞാനല്ല മെസ്സേജ് അയച്ചേന്ന്. പിന്നെ ഇത് ആരാ മെസ്സേജ് അയച്ചേ? എനിക്കറിയാവോ ആരാ മെസ്സേജ് അയച്ചേന്ന്? നീ തന്നെയാണത് മെസ്സേജ് അയച്ചത്. ചേച്ചി ഞാൻ എന്തിനാ ചേച്ചിയുടെ ഇൻസ്റ്റാഗ്രാം എടുക്കേണ്ട ആവശ്യം? എന്റെ എന്താ ഫോൺ ഇല്ലേ? നിന്റെ ഫോണിൽ മെസ്സേജ് അയച്ച് റിപ്ലൈ കിട്ടാത്തതുകൊണ്ടല്ലേ നീ എന്റെ ഫോൺ എടുത്ത്? അതല്ലേ നേരത്തെ പറഞ്ഞത്. ഞാൻ പറഞ്ഞല്ലോ ഒന്ന് പോയാ നീ മേലാക്ക് എന്റെ ഫോൺ എടുത്താണ്ടല്ലോ ഒറ്റ കിണ്ണു വെച്ചു. എന്റെ മേത്തോട്ടാണ്ടല്ലോ. തൊട്ടാ നീ എന്ത് ചെയ്യും? തുടരുത് ചേച്ചി. ഞാൻ പറഞ്ഞു നീ ഫോൺ എടുക്കോ? ഞാൻ എടുത്തല്ല, ഞാൻ പറഞ്ഞു. എനിക്ക് അത്ര വിശ്വാസം പോരാ. മര്യാദക്ക് ഇത് വൃത്തിയിൽ ക്ലീൻ ചെയ്തോണം. ഒരു തുള്ളി വേസ്റ്റ് പോലും ഇതിൽ കാണാൻ പാടില്ല. ഇത് വേറെ ആരോ കഴിച്ചിട്ട് ഇട്ടിട്ട് പോയതാ. കോഴിക്കാലൊക്കെ കിടക്കുന്നു. ഞാൻ ഇതിനെ കോഴിയൊന്നും തിന്നിട്ടില്ല. പിന്നെ നിങ്ങൾ അച്ഛൻ പരലോകത്ത് നിന്ന് വന്നിട്ട് കഴിച്ചതാ? എന്റെ അച്ഛനെ പറഞ്ഞാണ്ടല്ലോ. പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? നിന്റെ അച്ഛനെ ഞാനും പറയൂടി. അങ്ങനെ നിങ്ങൾ പറഞ്ഞിട്ട് എല്ലി ഞാൻ ഊരി കൊടുക്കും. ഇവിടെ രോഗമുണ്ടായ അമ്മ എന്നെ ബ്രഷും പേസ്റ്റ് ഉണ്ടായിരുന്നോ? എനിക്ക് ബ്രഷും പേസ്റ്റ് എടുത്താൽ എന്താ? ഞാൻ പല്ലിക്കില്ല. പോയിട്ട് വൃത്തി പല്ലേച്ചേ. നീ വായിൽ വെച്ചിട്ട് ഇങ്ങനെ നിൽക്കരുതേ. പല്ല് ക്ലീൻ ആയിരിക്കണം. പോ. മക്കളെ, അച്ഛനെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം അത് വൃത്തിയാക്കാൻ. അച്ഛനെ ചെയ്തു പണിയല്ലേ, ഞാനും ചെയ്തു. നീ ഉണ്ടല്ലോ എല്ലാവരുടെ മുമ്പ് വെച്ച് ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യുന്നുണ്ടോ പിള്ളേർക്ക് ഒരു ബഹുമാനം ഇല്ലാത്തതല്ലേ? എന്നോട് അധികം സംസാരിക്കാൻ നിൽക്കല്ലേ. വൃത്തിയിൽ ചെയ്യാൻ നോക്ക്. ഓ ചെയ്തോളാം. ഇന്നലെ അടിച്ച സാധനം ഏതാണ്? ഒരു ഓർമ്മയും കിട്ടുന്നു. നല്ല പേത്തണ്ണി ആയിരിക്കും. എന്താണ് വഴക്കുണ്ടാക്കുന്നത്? അയ്യോ എന്റെ കൊല്ലു ഇതുകള്. എന്നോട് ചെയ്യുന്നതിനൊക്കെ നീ അനുഭവിക്കൂടി. നിങ്ങളെ തന്നെ കിട്ടിയില്ലേ, ഇനി എന്തനുഭവിക്കാനാ? ഓ ഒരബദ്ധം പറ്റി, ഞാനല്ലേ അനുഭവിക്കുന്നു. അധികം ഡയലോഗ് ഇടാതെ വൃത്തിയാക്കാൻ നോക്ക്. അയ്യോ എന്നെ തല്ലിട്ട് കൊല്ലുന്നേ. ഓടി വാടാ അങ്ങോട്ട്. എവിടെ പോന്നു? അമ്മയുടെ നിലവിളി കേട്ടില്ലേ? ക്ലീൻ ചെയ്. ഞാൻ പോയി നോക്കും. വാ, ഞാൻ പോയി നോക്കിക്കോളാം. ഇത് ക്ലീൻ ചെയ്. നോക്ക്. വല്ലാത്ത കഷ്ടം തന്നെ കേട്ടോ. ഞാൻ നോക്കിപ്പോ. ഭ്രാന്താണ് ഈ സാധനത്തിന്. എന്നെ തള്ളി താഴെ ഇട്ടല്ലേടി മരം കയറികളെ. എടി പുഷ്പ, എടി പുഷ്പ, ഈ പിള്ളേർ എന്നെ തള്ളി താഴെ. അയ്യോ അമ്മ
സോറി ഞാൻ കണ്ടില്ല ഇതെന്തിന്നാ എനിക്ക് പൊങ്ങു അമ്മേ അവിടെ അച്ഛന്റെ പേക്കോട്ട് ഇവിടെ നിങ്ങളുടെ കുത്തി എന്തൊക്കെയാണ് ഞാൻ ഈ കാണേണ്ടത്? എടി പിള്ളേരെ, നിങ്ങൾ ഇത്ര പ്രായപക്വതം വന്ന പിള്ളേരല്ലേ ഇങ്ങനെ കിടന്ന് തമ്മിത്തല്ലി ചാവാൻ നോക്കാമോ? നിന്നെ കണ്ടല്ലേടി ആ പുണ്യൊക്കെ പഠിക്കുന്നത്. ഞങ്ങൾ എന്നെ ഭയങ്കര സ്നേഹത്തിലല്ലേ? അല്ലേ അമ്മ ഇത് ആരോടാ അമ്മേ പറയുന്നത്? ഇവറ്റോളോടൊന്നും പറഞ്ഞാൽ നന്നാവോ? അച്ഛൻ്റെ അല്ലേ മക്കൾ ആ സ്വഭാവം കാണിക്കാതിരിക്കും. ഇത് എടി എന്റെ മകൻ എന്നടി കുഴപ്പം? അല്ല ഒരു കുഴപ്പമില്ല. ആ ഒരു കുഴപ്പം കാണരുത്. ഇനിയൊരു ശബ്ദം ഞാൻ കേട്ട വെച്ചേക്കോലെ ഞാൻ രണ്ടെത്തി. എന്നെ തള്ളി താഴെയിട്ടിട്ട് ഓള് മാറണം നിപ്പ് കണ്ടില്ലേ? പാടിച്ചതാടി നിന്നെയൊക്കെ. അമ്മ എങ്ങോട്ട് പോയാ? അറിയിക്ക ഇറക്ക് താഴേക്ക് ഇറക്കണേ. ഇറക്കണേ താഴേക്ക് വിരിച്ചോക്കെ. നാണം കിട്ടും. കിടന്നിങ്ങനെ തുള്ളാൻ നിക്കണ്ട. അവക്ക് കിട്ടിയതിന്റെ ബാക്കി നിനക്കും കിട്ടും. മനസ്സിലായില്ലേ? ഒരാൾക്ക് അടി കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരാൾ ചിരിക്കാൻ പാടില്ല. നീറ്റാക്കിയൊക്കെ അധികം കളിച്ചാൽ ചന്തിയിൽ ചട്ടകം പതിപ്പിച്ച് ഞാൻ വെക്കും കേട്ടോ ഞാൻ. ആ ഇനി ഒരു ശബ്ദം ഞാൻ കേൾക്കാൻ പാടില്ല. അച്ഛമ്മയുടെ എതിർത്ത് സംസാരിക്കാനും പാടില്ല. ആ മാന്തി ഇവിടെ മാന്തി കീറി വഴക്കോടല്ല അവള് നല്ല തല്ല് വെച്ച് പട്ടി. ചേച്ചി കിട്ടി, നല്ലതുപോലെ കിട്ടി. നിങ്ങൾ ഇപ്പൊ ഇറങ്ങി പൊക്കൂടെ? നിന്നോടല്ലേ ഞാൻ പറഞ്ഞ അടി ഉണ്ടാക്കരുതെന്ന്? ഞാനല്ല, ഇത് ഇപ്പൊ കയറിയെന്ന് ചേച്ചിയല്ലേ? ചില ശ്വാസം മുടിച്ച് കൊല്ലാനാ തോന്നിയ കുറ്റകളയല്ലേ എനിക്ക്. എനിക്കല്ല ചതയം കിട്ടുന്നത്.